ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഐച്ചുകുട്ടിയാണ് അല്ലേ? ഐഷ അങ്ങോട്ട് പോണേ? മുത്തടുത്തക്കോ? എന്തിനാ പോണ്? പച്ചിനെ കാണാൻ പുതിയോ? ഇത് പിടിച്ചേച്ചി പച്ചിനെ കാണാൻ പുതിയോ? എന്തൊക്കെ വർത്താനം എന്നിട്ട്? സുഖാണോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിന്നിതാ നിക്കാഹിന്റെ രണ്ടാം ദിവസം അല്ലേ? രണ്ടാം ദിവസം പറഞ്ഞാല് നമ്മളിന്നിപ്പോ ശനിയാഴ്ചയാണ്. അപ്പൊ നമ്മള് അസറുവിന്റെ കുറച്ച് കാര്യം കുത്താൻ റിസ്കേക്ക് അറിഞ്ഞു. അസറുവിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മള് പോവാണ്. ഒന്നുമല്ല, ചെക്കനെ നമ്മളൊന്ന് മാറ്റി കുളിപ്പിച്ച് സെറ്റ് ആക്കണ്ടേ. അപ്പോ എന്താ മുടി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളിന്ന് ഇറങ്ങുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ മുമ്പ് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ തലേ ദിവസമായിട്ടും നെസ്വൻ്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല ഗായ്സ്. ഇന്നെന്താ എടുക്കല്ലേ? ചെരുപ്പോ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ തലേ ദിവസേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എന്താ പറ്റിയത് അറിയോ? ഞാൻ നിക്കാഹിന് ഓൾറെഡി ഒരു ഡ്രസ്സ് ചെയ്യിപ്പിച്ചതാണ്. ഓൾറെഡി ഞാൻ സെറ്റ് ആക്കിയതാണ്. അതിലാണ് അതിന്റെ ഇടയിൽ കൂടി വേറെ പ്രോഗ്രാം കയറി വന്നത്. അപ്പൊ എനിക്ക് അതിന് ആ ഡ്രസ്സ് ഇടേണ്ട സിറ്റുവേഷൻ വന്ന്. അപ്പൊ എനിക്ക് തലേ ദിവസമാണ് എനിക്ക് നിക്കാഹിനുള്ള ഡ്രസ്സ് പ്ലാൻ ആക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു ചെറിയ മറ്റേ ഫംഗ്ഷൻ അപ്പൊ സഡൻ ആയിട്ട് പറഞ്ഞോണ്ട് വേറെ ഡ്രസ്സൊന്നും പുതിയത് ചെയ്യിക്കാത്തോണ്ട് അത് ഇടേണ്ടി വന്ന്. അപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് അതിന്റെ തലേന്ന് മണ്ടേണ്ടി വന്ന് വേറെ ഡ്രസ്സിന്. അതിനാണ് ഓടിയത്. മറ്റേക്കുള്ള ചെരുപ്പിന്റെ അടുത്തുണ്ട്. ആ ഡ്രസ്സൊക്കെ ഞാൻ ആ റെഡ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് വൈറ്റ് ആകുമ്പോ വൈറ്റ് വേണമല്ലോ. വൈറ്റിന് വൈറ്റ് ഇതൊക്കെയാണ് സുഹൃത്തുക്കൾ നമ്മൾ പറയണത്. അല്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ ഈ പെൺകുട്ടികൾ പിന്നെ പണ്ട് അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഫുള്ള് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത് അയക്കാണ്. ഷാള് വരെ അയക്കാണ്. അതിലാകെ പാളി. അതാ അപ്പൊ പാളി. എന്താണ് ഈ കല്യാണത്തിന്റെ ഒരു തലേ ദിവസമായിട്ട് എന്താ പറയാനുള്ളത്? ഒന്നാമത് അസുറൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആണ്. അത് കാണുമ്പോ നമ്മക്ക് തന്നെ ഒരു ഇടങ്ങേറ് ഇങ്ങനെ ആവും. എന്തറിയോ, അസുറിന് എന്താട്ടണമെന്നറിയോ? ഓവർ ടൈം ഒറ്റയ്ക്ക് ഇരിക്കാൻ അയക്കരുത്. എപ്പോഴും ഇങ്ങനെ ഒപ്പം നടക്കണം, എന്തെങ്കിലും സംസാരിച്ച് നടക്കണം. ഒറ്റയ്ക്ക് ഇരുന്ന് അവൻ എന്തെങ്കിലും ആലോചിക്കും. അപ്പൊ നമുക്ക് തന്നെ ഒരു ഇടങ്ങേറ്. ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ലേ, പോയിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിൽ നമ്മളിപ്പോ എങ്ങിട്ടാ പോണേ? അപ്പൊ ഈ ഒരു സന്ദർഭത്തില് ഒരിക്കലും ഒരു 16-ാം തീയതി വരെ നമ്മള് മൂപ്പരെ ഒറ്റക്കാക്കരുത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കൂടെ നിൽക്കണം. കാരണം വീട് പണിയും കൂടി ഒപ്പം വന്നതുകൊണ്ടാണ് അത്രക്കൊരു ഇതായത്. പുതിയണ്ണിനെ കോണ്ടാക്ട് ചെയ്തീനോ? എന്താ പറയണ? പുതിയണ്ണിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെ? പുതിയണ്ണ് വൻ തിരക്ക്. മറ്റേത് മെസ്സേജ് അയച്ച അപ്പ റിപ്ലൈ ആയിരുന്ന പുതിയണ്ണ് ജോർജിന്ന് വന്നിട്ട് നിൽക്കാൻ കൂടിയില്ല. അതായത് ഫുള്ള് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയണ്ണിന്റെ അപ്ഡേറ്റ് എടുത്തു അല്ലേ? പുതിയണ്ണ് സെറ്റാണ്. മൈലാഞ്ചിട്ടലൊക്കെ കഴിഞ്ഞ് ഉഷാറായിരിക്കണം. ഐശോ, കുട്ടീന്റെ കൂൾ എങ്ങനെയുണ്ട്? മൈക്ക് വെച്ച് കൊടുക്കടി അടുത്തേക്ക്. കൂൾ എങ്ങനെയുണ്ട്? ഉണ്ടോ? കുട്ടിക്ക് സ്കൂൾ ഇഷ്ടമാണോ? എങ്ങനെയുണ്ട്? സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാല് കുട്ടിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അവിടെ? ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞ പേര് പറയാ. ഐശോ, ഇതാര കുട്ടിയാണ്? അത് പറഞ്ഞ ആദ്യം. എന്റെ കുട്ടിയാണോ? അണ്ണ പറഞ്ഞോണ്ടാ കുട്ടി സ്കൂളത്തെ ഒന്ന് സൈഡാക്കി മടി ഇറങ്ങിക്കോട്ടെ. എന്റെ കുട്ടിയാണതേ. അതല്ല പറഞ്ഞോണ്ടാ സ്കൂളത്തെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞോണ്ട് കുട്ടി? ഐഷ, ഷെൻസ പറഞ്ഞോണ്ടാ? പാവല്ലേ അങ്ങനെ ചോദിക്കാൻ നോക്കിയാ. നമുക്ക് നിശാന്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ച. നീ നിശാന്റി കാശികാക്കൊക്കെ വാങ്ങി തരട്ടെ അല്ലേ? എപ്പോഴും കാശികാക്ക നിശാന്റിക്കല്ലേ വാങ്ങി കൊടുക്കല് അല്ലേ? കുട്ടിക്ക് എന്താ വേണ്ടേ? ഞാൻ നിലമ്പൂര് പോയി വരുമ്പോ കാശി കൊണ്ടുവരാ. എന്താ വേണ്ടേ? എത്രക്കാനും ബൊമ്മക്കുട്ടി ഉണ്ട് അവിടെ നമുക്ക്. ഇനിയും ബൊമ്മക്കുട്ടി ഉണ്ടെന്ന് ഉമ്മ നമ്മളാണ്ടാലും ഓട്ടോ ഇടുന്നു. രണ്ടാളും ആൾക്കാർ ഇറക്കണില്ല. പറയ് കുട്ടിക്ക് എന്താ വേണ്ടി പറയ്. ബൊമ്മക്കുട്ടി അല്ലാതെ എന്താ വേണ്ടേ? ബൊമ്മക്കുട്ടി ഇനി അങ്ങനത്തെ വേണ്ട. എൻ്റെ അടുത്ത് കുറെ ബൊമ്മക്കുട്ടി ഇല്ലേ?
അപ്പൊ ഇനി എങ്ങനത്തെ വേണ്ടിയത്? ഇനി എങ്ങനത്തെ പൊമ്മക്കുട്ടി വേണ്ടി കുട്ടിക്ക്? എങ്ങനത്തെ പൊമ്മക്കുട്ടി ഇഷ്ടം? അത് വാങ്ങാന്നാല് എന്നായിക്കോട്ടെ, ഒരു പൊമ്മക്കുട്ടിയും കൂടി വാങ്ങാം നമുക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതാ മോർണിംഗ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കണ്ട് തിരിച്ചു പോവാണ് അല്ലേ? എന്തൊക്കെ വാങ്ങി? ഞാൻ ചെരുപ്പ് വാങ്ങി. ചെരുപ്പ് കാണിച്ചെന്നാ? ചെരുപ്പ് ഞാനേ ഫാൻസി ഒന്നും എടുത്തില്ല, എന്നാലും ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട്. എന്താ വെച്ചാല് മറ്റേത് ഗ്ലൈസിംഗ് ഉള്ളതാണ് ഞാൻ മറ്റേ ഡ്രസ്സൊക്കെ എടുത്തത്. അതിങ്ങനെ ഇപ്പൊ മഴക്കാലല്ലേ, ചളി കൂടെ ഒന്നും ഇടാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഷോള് വാങ്ങി, പിന്നെ ഒരു തട്ടം വാങ്ങി. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താ സംഭവം? ഒരു നെക്ക് മാത്രം കവർ ചെയ്യണതാ. അപ്പൊ ഇപ്പൊ ചില ഡ്രസ്സൊക്കെ നമുക്ക് ഷോൾ ഇടണം, അപ്പൊ നമുക്ക് എന്താ നെക്ക് കാണുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ജസ്റ്റ് നെക്കിൽ മാത്രം ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടാൽ മതി. എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത്? മാച്ച് ആയിട്ടുള്ളത് എവിടെ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിതാ പർച്ചേസ് കഴിയും. പിന്നെ നമ്മളെ ചെക്കൻ്റെ പിന്നെ ഇതാ പുതിയണ്ണിന് കൊടുക്കാല്ല നിക്കാഹ് നമഹ. നിക്കാഹ് നമഹൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് ഇതിന്റെ ഉത്തരവാദിത്തത്തിലാണ് കൊല്ലത്തെത്തിക്കേണ്ടത്. ജനോട് എത്തിച്ചു കൊടുക്കേണ്ട ആള് കേട്ടോ. പിന്നെ തെർമാക്കോളിന്റെ പെട്ടി വർക്കില്ലേ, അതിൽ നല്ല സേഫ് ആയിട്ട് വെക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പം കല്യാണ ഒരുക്കങ്ങളിലേക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ പ്ലാനുകൾ? എന്തൊക്കെയാണ്? ഇനി ചെല്ലുക, ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുക, അപ്പൊ തന്നെ ഒരു കഥയാവും. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. എന്താ അതിന് സെറ്റ് ആവണം, അത് കഴിഞ്ഞിട്ട് വേണം മറ്റേക്ക് സെറ്റ് ആവാൻ. ഓക്കെ ഓക്കെ. ഹാപ്പിയാണ്? ഡെഫിനറ്റ്ലി ഹാപ്പി. കൊല്ലത്തേക്ക് എത്തണം. അപ്പം അതിന് ബെൽക്ക് എന്താ വെച്ചാൽ നല്ല ബസ്സിനെ നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. യാത്ര കംഫർട്ടിന് വേണ്ടിയിട്ടാണ് മറ്റേ കടന്നു പോകാൻ നിങ്ങൾക്ക് വോൾവാണ് ബുക്ക് ചെയ്തേക്കണത്. എ സി രാത്രിയല്ല, കടന്നുറങ്ങി പോകാനല്ല ദൂരം. ആ ഉഷാറായിന്ന. പിന്നെ എന്തിനാ അത്രയും പൈസ കൊടുത്തുകൊണ്ട് ആവാസ് ബുക്ക് ചെയ്ത്? സാധാരണ നോർമൽ ബസ് വരും. ഞങ്ങൾ ട്രെയിന് പോവാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ചെക്കൻ്റെ പിന്നെ ക്ഷീണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ പ്ലാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ചെക്കന് ഞാൻ അനു ജിമ്മി നബീല് ഞങ്ങൾ 5 ആൾക്കാർ ട്രെയിനിന് പോവാണ്. കാരണം ചെക്കന് നല്ല സുഖമായിട്ട് ഉറങ്ങി പോകും വേണം. പിന്നെ ബസ് എത്തുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എത്തും ചെയ്യും ട്രെയിന്. അപ്പോൾ ചെക്കന് അവിടെ എത്തിയിട്ട് ഉറങ്ങാനും ഇതിനൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടും. പിന്നെ രാവിലെ നമുക്കൊന്ന് ഫ്രഷപ്പ് ആയി പിന്നെ ഡ്രസ്സ് ചെയ്യണമല്ലോ ഹെയർ സ്റ്റൈൽ ചെയ്യണമല്ലോ ഒക്കെ നേരത്തെ അവിടെ എത്തും രാവിലെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് സെറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകണം. ഇബല് ബസ്സിൽ വരും. ഓക്കെ. അർഷു പിന്നെ ലാസ്റ്റ് സർപ്രൈസായി വന്നുകൊണ്ട് ട്രെയിൻ ടിക്കറ്റൊക്കെ ഞങ്ങൾ കുറേ മുന്നേ ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ബസ്സിൽ വരും. ബാക്കി എല്ലാവരും നമ്മളൊരു 10-40 ആൾക്കാരുണ്ട് അല്ലേ, ബസ്സിൽ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പ്ലാന്. അപ്പം ഇനി നമ്മളെ കല്യാണത്തിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ അനുവിൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നാളെ എന്തായാലും ഉണ്ടാവും. അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് വരും. പിന്നെ നമ്മളൊക്കെ ഇതിൽ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വ്ളോഗുകളൊക്കെ കാണുക, സപ്പോർട്ടാക്കുക. നമ്മളെ പുതിയണ്ണിനും പുതിയാപ്പിളക്കും വേണ്ടി അല്ലേ എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളെ ചെക്കൻ്റെ വീട് പണി അവിടെ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതിയ ടൈം ആകുമ്പോഴത്തേന് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിയാൻ വേണ്ടി എന്ത് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് ചെക്കനെയും കൊണ്ടൊന്ന് പുറത്ത് പോയേക്കാം. ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാണ്ട് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലേ, പെരിന്തൽമണ്ണ എത്തണം. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇത് ഏത് വ്ളോഗിന്റെ ബാക്കിയാ? ഇന്ന് തുടങ്ങിയ വ്ളോഗ്. ഇനി ഇന്ന് രാവിലെ നശ്വനും കൊണ്ട് ബാസിലിന്റെ പ്രത്യേകത തരോ? ബാസിൽ പല വ്ളോഗ് ഒരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏത് വ്ളോഗിന്റെ ചോദിച്ചതാ? പല അതിലെല്ലാം കയറും. അത് സുഹൃത്തുക്കളെ, നമ്മളെ സർപ്രൈസ് കിങ് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സമയം കിട്ടാറില്ല. അടുത്ത സർപ്രൈസ് ഭയങ്കര ബിസിയാണ്. ഞാൻ സർപ്രൈസ് കിങ്ങിനോട് പറഞ്ഞേ, ഇജെന്നാ കൊല്ലത്തിന് സർപ്രൈസ് ആയിട്ട് എത്തിക്കും, ഞങ്ങളിപ്പോ തന്നെ പോരുന്ന വെച്ചാ. എന്റെ ആദ്യത്തെ പ്ലാൻ അതേനി. ആദ്യത്തെ പ്ലാന് ഡയറക്റ്റ് സ്റ്റേജ് വരും. പിന്നെ ഇപ്പൊ സ്റ്റേജ് മട്ട് തല്ലി നടപ്പൊരു പേടി. ഞാൻ എന്തായാലും ആദ്യം തന്നെ പറഞ്ഞത് എങ്ങനെ അർഷ റിയാക്ഷൻ വീഡിയോ ഒക്കെ പ്രതീക്ഷിച്ച് വന്നേ ഫുൾ അടി ചള്ളൊക്കെ കൊടുക്കും. 4 കുത്ത മൂലൊക്കെ കൊണ്ടുപോയാണ്ട് കൊല്ലികൾ പിടിച്ചിട്ട് 4 കുത്ത. ഇത് വരും ബ്ലോക്കാട്ടോ. ബ്ലോക്ക് സീനാണ്. വണ്ടൂരങ്ങാടിയിലെ സുഹൃത്തുക്കളെ ഭയങ്കര ബ്ലോക്കാണ്. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് അതിന്റെ പരിഹാരമായിട്ട് എനിക്ക് എന്താ പറയല്ലേ, എനിക്ക് ഓവർബ്രിഡ്ജ് വന്നാൽ ശരിയാവും. ഓവർബ്രിഡ്ജ് വന്നിട്ടും കാര്യമില്ല. ഒന്നെങ്കിൽ നാട്ടുകാർക്ക് ഒരു അന്തം വെക്കണം. അതിന് ഓവർബ്രിഡ്ജ് ഇതിലെ കൊണ്ടുവരാൻ ഇതില് അല്ല, ഇത് റോഡ് വീതി വിട്ടാം. റോഡ് വീതി വിട്ടാൻ മനസ്സിലല്ല. റോഡ് സ്ഥലമല്ല, സ്ഥലം കൊടുക്കൂല. നമ്മളെ നാട്ടിലെ പ്രശ്നം അസറോഡ് നാട്ടില്ല, ജോർജിയയില് ഓലോട് വരും പറഞ്ഞു. നമ്മളവിടെ പുറത്തൊക്കെ എന്താ വെച്ചാല് റോഡ് വീതി വിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കും.
അല്ലാതെ ആൾക്കാരെ ഗവൺമെന്റ് ഒരു പൈസയും പ്രഖ്യാപിക്കും. അത് വാങ്ങാം വാണ്ടികളി, ഇല്ലെങ്കിൽ അവൻ കിട്ടൂല, അതും കിട്ടൂല, പൊളിച്ചു പോകും. ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആൾക്കാർ അങ്ങനെ സ്ഥലം പൂത്തിക്കോ, സൗകര്യം കാര്യങ്ങളൊന്നും അറിയണ്ട. ഒരു 10 കൊല്ലം ഇതിൽ നിന്നാലും പ്രശ്നമില്ല. അതെ, മണ്ണൊക്കെ വേണം. എന്നിട്ട് ആ സ്വന്തം ആ പേരിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു ഈ റോഡ്. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ പോണ്? നമ്മളെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് സുഹൃത്തുക്കളെ. അപ്പൊ അല്ല, അർഷുവിന് നമ്മളിന്നൊരു സർപ്രൈസ് കൊടുത്തു. കാരണം അർഷു സർപ്രൈസ് ആയിട്ട് വന്നോണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങള് ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തോണ്ട് ഞങ്ങളുടെ ബോഗിയിൽ കയറാനുള്ള ഒരു ചാൻസ് അർഷുവിന് ഇല്ലായിരുന്നു. ഞങ്ങളുടെ ബോഗിയിലല്ല, ഞങ്ങൾ ട്രെയിനിലെ സീറ്റ് ഇല്ലായിരുന്നു. ലക്കിന് ഇപ്പൊ നമ്മൾ ഓഫീസത്തെ നമ്മളുടെ ചെക്കൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫർസിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓഫീസ് തോല് ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാറിന് പോവാണ്. അപ്പൊ ആ ടിക്കറ്റ് ഫ്രീ ആയി. അപ്പൊ എന്താ വെച്ചാല് നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, ആ ടിക്കറ്റ് നമ്മള് അർഷുവിന് കൊടുത്തു. ഇപ്പൊ സർപ്രൈസ് ആയിട്ട് വന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെയാണ്. അതായത് ഈ കുതിരക്ക് എന്നോട് പറഞ്ഞോ, എന്താ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, നിങ്ങളോടൊന്നും പറയണ്ട, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിനി അങ്ങനെ കൊറേ സാധനങ്ങൾ നമ്മളെ 1-2 പരിപാടികൾ നമുക്ക് മുന്നിൽ നമുക്കിപ്പോ ടിക്കറ്റ് കിട്ടിയാലോ, കാര്യങ്ങൾ നടക്കണ്ടേ, പടച്ചോ നമ്മളപ്പണ്ട്. അതെ, ഇനിയിപ്പോ എന്താ വെച്ചാല് ഇനിയിപ്പോ നമ്മള് നേരെ പെരിന്തൽമണ്ണ പോവാണ്. പെരിന്തൽമണ്ണ പോവാണ്. അവിടെ പോയിട്ട് നമ്മളെ ചെക്കന് ടെൻഷൻ ഉണ്ടോ മുടിയൊക്കെ എന്താ പറയല്ലേ, യഥാർത്ഥത്തിൽ എന്റെ ഒപ്പത്തെ സിറ്റുവേഷൻ പറഞ്ഞ നമ്മളൊക്കെ ഇത് കഴിഞ്ഞ ആൾക്കാരാണോ? ഞാന് എനിക്കെന്താ വെച്ചാല് ടെൻഷനാണോന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷൻ ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. എനിക്കൊക്കെ കൂടി തലന്റെ ഉള്ളിൽ കേറിയിട്ട് ഇതൊക്കെ കൂടി ചെന്നാവുക, ആകെ ചെന്നാവുക, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. പണ്ടേ മൾട്ടി ടാസ്കിങ് എനിക്ക് പറ്റിയൊരു പരിപാടിയല്ല. ഇത് കല്യാണത്തിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് മൾട്ടി ടാസ്കിങ് പീക്കാണ്. നേരത്തെ ബസ്സിന്റെ എന്തൊക്കെയാ വെച്ചാൽ കുടുംബക്കാരൊക്കെ അന്വേഷിച്ചത്. അപ്പൊ അസുരം എന്താടി എല്ലാം കൂടെ ടെൻഷനായിട്ട് കുറച്ച് ആൾക്കാർക്ക് നമ്പർ കൊടുത്തു. കുറച്ച് നമ്പർ ബാസിലിന് കൊടുത്ത്, കുറച്ച് കോഴിക്കോട് നിന്ന് കുറച്ച് ടീമാരെ കൊണ്ടുവരേണ്ട അത് നബീലിനെ ഏൽപ്പിച്ച്, കുറച്ച് ടീമിനെ സൽമാനെ ഏൽപ്പിച്ച്, കുറച്ച് മിക്കുണ്ട്, കുറച്ച് അനാനുണ്ട്, കുറച്ച് അങ്ങനെ അങ്ങനെ ഏൽപ്പിച്ച് വിട്ടൊക്കെയാണ്. ഇപ്പൊ ഇന്നലെ എത്തിയിട്ടുള്ളൂ, എനിക്ക് ഏൽപ്പിച്ചേരാം. നമ്മളെ പരിപാടിന്റെ അന്ന് കുറച്ച് ഏൽപ്പിച്ചാണ്ട് സർപ്രൈസ് എന്താണ് ആകെ ബ്ലോക്കായി പോകും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഇത് ആ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളിലാണ്, അവസാന ഘട്ട പണികളിലാണ്. അപ്പൊ ചെക്കനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. എന്താണ് ഇന്നലെ ചോദിച്ചില്ലേ? ഇന്നലെ ചോദിച്ചത് ഇന്ന് ചോദിച്ചൂടെ എന്നോട്? കല്യാണം ആയപ്പോ എന്നോട് ഇന്ന് ചോദിച്ചാൻ പറ്റൂല, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ല, ചോദിച്ചടാ, എല്ലാത്തിനുള്ള കിട്ടണ്ടിരിക്കും. അപ്പൊ എന്താ വെച്ചാല് അസറു ഇത് ഷോർട്സ് ഇട്ടിനൊക്കെ ഓർമ്മല്ലേ, ഞാനോള് കാറിൽ പോയ സമയത്തൊക്കെ എടുത്തോണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഒഴിവാക്കി, നമ്മളെ കൊറേ ശരിയാക്കി. അപ്പൊ തിരിച്ചെന്ത് ചെയ്യും? പക്ഷെ അത് ചെയ്യാൻ കഴിയില്ല എനിക്ക്. വേറെ എന്താ ഞാൻ അന്ന് സ്റ്റോറി ഇട്ട ടൈമിന് ഞാൻ സിംഗിൾ ആയിനി, ഇജി ഡബിൾ, അനക്ക് ഒരിക്കലും ഇടാൻ കഴിയില്ല. അനാനിടാ പറ്റും, മതി. എന്തായാലും ആരെങ്കിലും വെച്ചിട്ട് നമ്മളിത് പ്രതികാരം കൊണ്ടത്. അപ്പൊ നമ്മള് എയിലേലും ഒരു ഫോം വന്ന പ്രശ്നം. പക്ഷെ ബാസല്ലേ, ഞാൻ പോകുന്ന വണ്ടികളിലൊക്കെ ഇങ്ങളും ഉണ്ടാവും. അപ്പൊ എങ്ങനെ നിങ്ങൾ ഇടുക? സൽക്കാരത്തിന് പോവാണെങ്കിൽ വരെ ഞാൻ ബലം വിളിക്കും, ഇവര് ഇല്ലാന്ന് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ ഹണിമൂൺ പോവാണെങ്കിൽ നിങ്ങൾ വിളിക്കും. ഇല്ലാന്ന് പറയുന്നല്ല, എനിക്ക് ഇല്ലാന്ന് പറയുന്നത്, എന്നിട്ട് ഞാൻ പോകും. അത്രേ ഉള്ളൂ, എല്ലാത്തിനും ഞാൻ വിളിക്കും. എവിടെ സൽക്കാരം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? അർഷു അതിനാണ് ലീവ് എടുത്ത് അവിടുന്ന് ഇടങ്ങാറാണ് പോകുന്നത്. അർഷും പോരും. അത്രേ ഉള്ളൂ. അർഷുവിനൊന്നൊരു എന്താണ് തടിയം പൊള്ളസാക്കിയാണ് ഫുഡുള്ളൂ ഇവിടുന്ന്. അർഷോ ഇമ്മക്കൊക്കെ വന്നെ ആപ്പിട്ടിച്ച് നടക്കെത്തിട്ട്, അതായത് എല്ലാരും ആരും അർഷ് വരുന്ന എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കണില്ല. അത് വൻ ഇതായി, അതങ്ങോട്ട് പറഞ്ഞിട്ടും ആർക്കും കൂടി തീരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, അർഷുവിന്റെ ചാനലിൽ വ്ളോഗ് ഉണ്ട് കേട്ടോ, അത് നല്ല വ്യൂ കൊറേ ആൾക്കാർ വ്ളോഗ് കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മള് നെറ്റി തരിച്ചു പോയി. അതല്ല, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അർഷോ, ഒരുവിധം എല്ലാവരും നമുക്ക് എത്തിപ്പെടാൻ പറ്റും, ഓക്കെ ഇറ്റാള് സർപ്രൈസ് തരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കലുണ്ട് നമ്മള്. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ദുബായിലുള്ളവരൊക്കെ ചില വരൂലെന്ന് പറഞ്ഞാലും ഇവര് വരും, എത്താണ് അങ്ങനെ കരുതിയിട്ടേ ഇല്ല. സാഹചര്യങ്ങളെല്ലാം എനിക്ക് പ്രതികൂലം, നമ്മൾ മാനേജ് ചെയ്തു, അല്ലാതെ എങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വണ്ടടിച്ച വർഷം. ഇന്നലെ ഏതോ ഒരു കാട്ടു പോയി നിന്ന് വണ്ടി, അതാണ് ടൈം പാടിയത്. ഇത് ഹൈൻഡ് ആണോ? അല്ലല്ല, ഇത് ഇത് ഹൈൻഡിന്റെ ഉള്ളിൽ ഓരോ കൗണ്ടർ വെച്ചിട്ടാണ്. ഇവിടെ കയറാം നമ്മള്, നമുക്ക് വരുമ്പോ കയറാം.
ഒരു റിംഗ് എടുക്കണം ഗൈസ്. അപ്പൊ എന്താ വെച്ചാല് നഷ പറഞ്ഞു സ്വാ ഡയമണ്ട്സ് ഓളെ കൈമുണ്ട് ഓൾറെഡി, അപ്പൊ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അറിയില്ല എങ്ങനെയാണെന്ന് നമുക്ക് പോയേക്കാം. അപ്പൊ എന്താ വെച്ചാൽ പുതിയണ്ണിന് ഒരു റിംഗ് കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് അസുറുവിന്റെ ഒരു അല്ലേ ഒരു വലിയ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അല്ലേ. അതിനുള്ളൊരു അവസരം അസറോ അന്നെ പെണ്ണ് കെട്ടിയാണ്ട് സങ്കല്പിക്കാൻ കഴിയണില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോട് കണക്ക് എന്താ പറയല്ലേ, ഒരു മറുപടി എന്നോണം ഒന്നാം അതെ അതെ അത്തരം നമ്മക്കിപ്പൊ കെട്ടണം നല്ലായിരുന്നു. പക്ഷെ നമ്മക്ക് എന്താ വെച്ചാല് 30 വയസ്സ് കഴിഞ്ഞാലും നാട്ടില് മാർക്കറ്റില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മാർക്കറ്റ് ഇല്ല, എന്തിനു 30, 26 കഴിഞ്ഞ മാർക്കറ്റില്ല. എനിക്കിപ്പോ 28 ബാസിലിന് 29 ബാസിൽ 30 പോണാടുന്നേ 29 പിന്നെ മാസങ്ങളെ വ്യത്യാസമുള്ളൂ. ഞാൻ 98 ഡിസംബറാണ്. നമ്മളൊരു മാസത്തിന് അപ്പൊ നമുക്ക് 28 ഞാൻ 29 ഇക്കൊല്ലോ. പക്ഷെ ഇപ്പൊ 28 അല്ലേ? ഞാൻ 97 മാർച്ച്. ബാസിലൊക്കെ 29 ആയിട്ടോ. 29കളിൽ പോവാണ്. ഇനി അടുത്ത് നമ്മൾ 29 അവസാനത്തേക്കാണ് എത്രാമത്തെ വയസ്സൊക്കെ കൊല്ലത്തിന്റെ അവസാനത്തിന് മാറ്റേ എത്രാമത്തെ വയസ്സൊക്കെ? ഞാനോ 29. എങ്ങനെ 29 ആയി മാർച്ച് കഴിഞ്ഞു. 29 റണ്ണിങ്. ഇനി എത്രയ്ക്കാ? ഇനി 30 ഇനി ഞങ്ങളോട് വെക്ക്. നിങ്ങളെത്ര? ഞങ്ങൾക്ക് 28 റണ്ണിങ്. 29 ഈ ഡിസംബർ ആയപ്പോ 30 ആയില്ലേ? 29 തികഞ്ഞ് 30 സ്റ്റാർട്ട് ആവില്ലേ? അങ്ങനെ പറയും. അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കണം. 1997 മാർച്ചിൽ ജനിച്ച മാസില്. ഓക്കെ, ഞാന് 1997 നവംബറിൽ ജനിച്ചത്. ഓക്കെ, അസുറു 1997 ഡിസംബർ. കാണികൾ പറയട്ടെ, കുതിരകളെ ആദ്യം എനിക്ക് തന്നെയാണ് 30 ആവുക. അതിന് സംശയമില്ല. 6 മാസം മുമ്പ് എനിക്ക് 30 ആവും. അത് കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ആകെ 12 മാസമുള്ളൂ. അത് നോക്കണ്ടേ പോയിട്ടോ പോലീസുകാരൻ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒന്ന് കഴിച്ചില്ലാവട്ടെ. റോട്ടിലാകെ വണ്ടി ഇതെന്താ നിറച്ച് പോലീസുകാർ ഫോട്ടോ എടുക്കണ്ടല്ലോ ബസ്സിന്റെ. എന്താ സാധനം കൊടുത്തു വിടുകയാണ്. അപ്പൊ ഏതാ ബസ് എന്നുള്ള ഒരു ക്യാച്ച് എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ ബാസിലാണ് നമ്മളെ കൂടുതൽ ഏറ്റവും വലിയ തന്ത. പോണാടുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞു തന്നതാണ് 30 വയസ്സായ മാർക്കറ്റ് പോകുന്നുണ്ട് ചെക്കന്മാരുടെ. അതായത് കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം വന്നൊരു സംഭവമാണത്. പണ്ടൊന്നും വിഷയമില്ല ഇനി, പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ വിഷയമാണ്. ഏജ് ഗ്യാപ്പ് ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്, എന്നാ നോക്കാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ഒരേമാതിരി ആവില്ലല്ലോ. കുറച്ച് ആൾക്കാർ നോക്കുവോ, അതൊക്കെ ഓരോരുത്തരെ. എന്നാലും ഞാൻ മാക്സിമം മുട്ടിക്കേണ്ട അടുത്തേക്ക് മുട്ടിച്ചിരിക്കണം. 29. പക്ഷെ പെരിയെന്നൊക്കെ 2-3 കൊല്ലം മുന്നേ കെട്ടാൻ സമ്മർദ്ദം. നമ്മക്കൊക്കെ അങ്ങനെയാണല്ലേ ഹർഷോ? അപ്പൊ എന്താ വെച്ചാ ആ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോ എന്ത് ചെയ്തു നമ്മള് ആ ഒരു എനിക്ക് പിന്നെ സമയം വന്നു. ഈ സമ്മർദ്ദം ഫോൺ കൂടെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഇവിടെ വല്ലാതെ ഉണ്ടായില്ല. നാട്ടിലുണ്ടെങ്കിൽ ഈ സമ്മർദ്ദം കഴിയൂല. പെരിന്ന് കിട്ടണതും ഫോൺ കൂടെ കിട്ടണതും ഡയറക്റ്റ് കിട്ടണതും. ഞാൻ എന്നിട്ട് സമ്മർദ്ദം കൂടുമ്പോ എന്താ ചെയ്യാറോ, നാട്ടിൽ വരാൻ പ്ലാൻ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ സമ്മർദ്ദം ഭയങ്കര കൂടി കടുത്ത് നിൽക്കുന്ന ടൈമാണ് ഞാൻ ടിക്കറ്റ് എടുക്കൂല. ഞാൻ അവിടെ നിൽക്കും. പെരക്കാര് ചില്ലാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോരും. എല്ലാരും ഒന്ന് ഹാപ്പിയാക്കി പോകും. അസറോ പുതിയണ്ണിനെ കുറിച്ച് എനിക്ക് എന്താ പറയലെന്ന് പറഞ്ഞ? പുതിയണ്ണിനെ കുറിച്ച് എന്താ വെച്ചാല് മാഷാഅല്ലാ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മള് വീട്ടുകാരോട് ചോദിച്ചൊരു പെണ്ണാണ്. അപ്പൊ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അസറുവിന്റെ ഒരു സ്റ്റൈൽ പറഞ്ഞാല് സ്ട്രൈറ്റ് ഫോർവേഡ്. അതായത് ഡയറക്റ്റ്. ഓനെ ഒരു കുട്ടീനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് വീട്ടിൽ പറഞ്ഞു, അവിടുത്തെ വീട്ടിന്റെ നമ്പർ വാങ്ങി. എന്റെ വീട്ടിൽ ഞാൻ പറയാനുള്ള എന്റെ റീസൺ എന്താ വെച്ചാൽ പെരക്കാർ ഓൾറെഡി ഈ സമ്മർദ്ദത്തിലാക്കിനി. കെട്ടണം പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോ പിന്നെ ഇനിയിപ്പോ പെരക്കാരോട് പറഞ്ഞാലും സീനില്ല. പെരയില് നേരെ പറഞ്ഞു പെരക്കാര് എന്നാ ഓക്കെ എന്നാ ഓളെ ഫസ്റ്റ് പേര് ചോദിച്ചോ ഓളൊക്കെ എനിക്ക് എങ്ങനെ പറ്റിയേ മീൻസ് ഓൾക്ക് എങ്ങനെയാണ് പറ്റിയത്? പറ്റിയോ? ഫുൾ ഡാമേജ് ആക്കി. അന്നെങ്ങനെ ഓക്ക് പറ്റി വെച്ചു. അത് ഉമ്മ ശരിക്കും ഓക്കെന്നെ പറ്റി വെച്ചു. ഊക്കിയാണ്ട് പറ്റി മാറുക. നമ്മളെ സ്വഭാവം അങ്ങനത്തെ സ്വഭാവമാണ്. നമ്മളിങ്ങനെ വിറച്ചിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും പറ്റൂല. അങ്ങനെയുണ്ട്, പറ്റുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ പറ്റിയ ആളാണ് ഹുദ. അതെ, ഇമ്മാക്കൊന്നും ഇപ്പൊ ഇന്നെ പറ്റി പറയാനൊന്നും നേരല്ല, ഫുള്ള് ഓളെ പറ്റിയ.
ഓല തമ്മിലൊരു ഇന്റർ റിലേഷൻ വരും. എന്തൊരു നല്ല കുട്ടിയാണ്, അനക്കെന്നെ കിട്ടിയാലോ ഫുള്ള് നോക്കുക. അപ്പൊ എനിക്കുള്ള പ്രശ്നം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു എനിക്കെന്താ പ്രശ്നം. അപ്പം പറയാ ഇച്ചിന്റെ കുട്ടിയല്ലേ, ടോപ്പല്ലേ അറിയും, പക്ഷെ നല്ല ഇടയ്ക്ക് നാവൊന്ന് വരും. അതല്ലേ അസറുവിന്റെ അമ്മ പറയണ്ടേ, സ്കൂള് പഠിച്ചിരുന്നു അസറുവിന്റെ സ്കൂൾക്ക് ചെല്ലാൻ തന്നെ ഒഴിവുണ്ടായിരുന്നല്ലോ. അർശുവിനറിയാ ഞാൻ ഇവരെ പീക്ക് കണ്ടതാണ്. ചീഞ്ഞൊരു ചങ്ങായി, വൃത്തിയുടെ ചങ്ങായി, അടുപ്പിച്ചാൻ പറ്റില്ല. അസറുവിന്റെ ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ കാണില്ല. ചില ആൾക്കാരെ കാണുന്നതിനൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചങ്ങായി ഒരു ചുണ്ടു ചങ്ങായി. അല്ലേ അസറുവിന്റെ ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിലേ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. അതായത് സ്കൂൾ പഠിച്ച ടീമുകൾ ഇങ്ങനെ കാണുന്നത് അപ്പൊ മനസ്സിലാവും. അല്ല അത് ഞാൻ സമ്മതിക്കുമല്ലോ, ഞാൻ സമ്മതിച്ചാ പോരെ, വേറെ ഒരുവിധപ്പെട്ട കുട്ടികളൊന്നും അസറുവിനായിട്ട് അടുക്കൂല വെറുപ്പിച്ചിട്ട് ഫുള്ള് അങ്ങനെയാണ് ക്യാരക്ടർ. എങ്ങനെയാണ് ഞങ്ങളൊരു 6 ആൾക്കാരുണ്ടോ, പിന്നെ ട്യൂഷനിൽ നമ്മളിങ്ങനെ ഒരു 5 ആളുണ്ടാവും. അതിന്റെ അടുത്തേക്ക് പിന്നെ ആരെയും അടുപ്പിച്ചൂല. ഞാൻ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്ത് വന്ന ഓനെ മണ്ട കുത്തി ട്യൂഷനിൽ ഓ ഫോണുമ്പോ ടച്ച് സ്ക്രീനിന്റെ ഫോൺ ആദ്യമായിട്ട് കൊണ്ടുവന്നേ മണ്ട കുത്തിയാണ്. ഇജ്ജത്തിന് അങ്ങനെ ടച്ച് സ്ക്രീൻ കൊണ്ടുവരാൻ പോയി പഠിച്ചോളാറ്. ഞങ്ങള് 10-ലോ 8-ലാണ് 8 പഠിച്ചോ ടച്ച് സ്ക്രീൻ. ഞങ്ങളടുത്ത് മറ്റേ X1 മ്യൂസിക് ഇല്ലേ, സൈഡ് കൂടെ ചോന്ന ലൈറ്റിംഗ് കിട്ടും. അതൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടും, ആമസോണിലെല്ലാം ഉണ്ട് സാറുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെയാണ് അസറുന്റെ സ്കൂൾ സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പൊ അസറുന്റെ ക്യാരക്ടർ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇതിന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ആര്, നമ്മളെ പുതിയണ്ണ. അപ്പൊ പുതിയണ്ണിന്റെ ക്യാരക്ടർ എന്താ ഉള്ളത്, ഇനി പുതിയണ്ണുമായി ബന്ധപ്പെട്ട ആൾക്കാരെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞോളൂ അല്ലേ. നമ്മൾ ഇനി നാളെ മറ്റന്നാളൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒരാൾ വന്നാലാണ് നമ്മളുടെ ക്യാരക്ടർ നന്നാവും. അത് ശരിയാ ശരിയാ. അതിപ്പോ എനിക്ക് കറക്റ്റ് അറിയട്ടോ. ഈ അർഷുവിനും അറിയില്ലേ, നമ്മുടെ ലൈഫിൽ കുറെ മാറ്റങ്ങളൊന്നുമില്ല അർഷു. ഒരുപാട് നമ്മളെ തോട്ട് പ്രോസസ് മാറും. പോസ്റ്റ് മാരേജ് നമ്മളെ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കുറെ സംഭവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട്. ഇപ്പൊ ഇന്നോടില്ലേ, ഞാൻ ഭയങ്കര ഒച്ച സംസാരിക്കണ ആളല്ലോ, ഓക്ക് ഒച്ച പേടിയാണ്. ഓള് ഒരു മിതമായ സൗണ്ടിലെ സംസാരിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ചൂടാവണ ആ ഒരു പഴയ സിസ്റ്റം ഒക്കെ പോയി. എനിക്ക് എന്താ വെച്ചാൽ ഒന്ന് ഒച്ചയില് പറയാൻ വരെ എനിക്കൊരു ചടപ്പായി മാറി. കാരണം നോക്ക് പേടി ആയാലോ, കാരണം നമ്മളിപ്പോ സംസാരിക്കണ ഈ ഒച്ച ഉണ്ടല്ലോ അതെന്നെ നോക്ക് പേടിയാവും. കാരണം നമ്മള് ചൂടാവാണോ ഇതാവാണോ നോർമലി പറയണത്. അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കും. അതെ, അതാണ് മെയിൻ കാര്യം. നല്ലൊരു കുട്ടിയാണ് അൽഹംദുലില്ലാ. ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത്. പക്ഷെ പടച്ചവനോട് നന്ദി പറയാ, ആ കാര്യത്തില് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. അതെ അതെ അതെ. മാഷാ അല്ലാഹ് ഇതുവരെ അൽഹംദുലില്ലാ നമ്മളെല്ലാരും ഹാപ്പിയാണ്. വലിയ സുഖം പെരക്കാര് ഹാപ്പിയാണ്. അതെ പെരക്കാര് ഇതിന്റെ ഒരു 90% കിടക്കണ എവിടെയാണ് ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ആൻഡ് ദ കൊളാബറേഷൻ ബിറ്റ്വീൻ ബ്രൈഡ് ആൻഡ് ദ ഫാമിലി. അതിലാണ് 90 കിടക്കണത്. ബാക്കി 10 മതി നമ്മക്ക്. ആ നമ്മളടുത്ത് പ്രശ്നമായാലും ഇപ്പൊ ആ 10 നമ്മക്കടെ മോശമായിക്കോട്ടെ, എന്നാലും തിരക്കടില്ല. ആ 90 ക്ലിയർ ആയാൽ മതി. നമ്മളിങ്ങനെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പെരന്റെ ഉള്ളിൽ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ചിരി ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ പടരുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അവിടെയാണ് നമ്മൾ ചൂസ് ചെയ്യണ പെണ്ണിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടത്. അതെ അതെ അതെ. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ. അപ്പൊ നമ്മളൊരു പെണ്ണ് അപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും പെരക്കാര് കണ്ടെത്തുന്നതുണ്ട്, നമ്മള് കണ്ടെത്തുന്നുണ്ട്. നമ്മള് കണ്ടെത്തിയിട്ട് പെരിയിൽ സിങ്കാവാതെ വന്നു കഴിഞ്ഞാൽ അത് ബാസിന്റെ കൈ തട്ടിങ്ങാണ്ട് മൈക്കൊന്ന് ഓഫായി. അപ്പൊ നമ്മള് പറഞ്ഞു വന്നതാണ്, വീട്ടുകാരും നമ്മള് കെട്ടണ ആ ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു സിങ്ക് എന്ന് പറഞ്ഞാൽ അത് കെട്ടിയ ആൾക്കാർ ഇതിലുണ്ടാവും കേട്ടോ, അവർക്ക് അറിയാം. അപ്പം അതില് കൊറേ പിന്നെ ഭയങ്കര കാര്യങ്ങളുണ്ട്, നമ്മൾ പറയണ പോലെയല്ല. അപ്പൊ പിന്നെ ഇതിലൊക്കെ ഓരോരുത്തർക്ക് ഓരോ കൺസേൺ ഉണ്ടാവും, കാര്യങ്ങൾ നമ്മൾ കെട്ടുന്ന കുട്ടി എങ്ങനെയാണ് അതിനനുസരിച്ച് കെട്ടോ. പിന്നെ കൺസേൺ അനുസരിച്ച് ഞാൻ കെട്ടി, അസറുവിനെ അനുസരിച്ച് ഓൻ കെട്ടി, അർഷുവിനെ അനുസരിച്ച് അവനാന്റെ പെരിക്കാതെ നമ്മളെ കുടുംബത്തിക്ക് നമ്മളെ പെരിക്ക് എല്ലാ ഫാമിലിയും ഒരേ സ്റ്റൈലാവില്ല. അപ്പം അത് നമുക്കറിയില്ല, നമ്മൾ ചെറുപ്പം മുതലേ കാണാനല്ലേ. ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യന് അൾട്ടിമേറ്റ്ലി വേണ്ട സമാധാനം. ആ സമാധാനം കേടാൻ പാടില്ല. അതില്ലാതെ ഓൾറെഡി നമ്മൾ എടുക്കുന്ന വർക്കും കാര്യങ്ങളും വെച്ചിട്ട് ഇല്ല സമാധാനം പ്രഷറും കാര്യങ്ങളൊക്കെ പ്രഷറും കൂടി വന്നാല് ആ മനുഷ്യൻ എവിടെ എത്തൂല കേട്ടോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ഇത് കാണുന്ന കെട്ടിയ ആൾക്കാരുണ്ടാവും, കെട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ ഹസ്ബൻഡുമാര് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഇതേമാതിരി ലേഡീസും ഇതേമാതിരി എന്തെങ്കിലും പിന്നെ ജോലിന്റെ ഇതിലൊക്കെ പോകണമല്ലുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ ഫാമിലിന്റെ സമാധാനം ഇതാണ്. ഇപ്പൊ ലേഡീസ് പോവാണെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹൈ ലെവലിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഓൾക്ക് അത് ഹൈ ലെവലിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ സമാധാനം വേണം. ഇനിയിപ്പോ
ബോയ്സ് ഇതേമാതിരി ചില വീട്ടിൽ നേരെ തിരിച്ചേക്കാരം ലേഡീസ് ചിലപ്പോൾ ജോലിക്കൊന്നും പോകുന്നുണ്ടാവില്ല. ഓരോരുത്തരുടെ ഇഷ്ടം ഇതൊക്കെയാണല്ലോ. ബോയ്സ് ജോലിക്ക് പോകണവരുണ്ടാവും. ഓൾക്ക് അതിലൊരു ഉയർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സമാധാനം എന്താണ്, അതില് സപ്പോർട്ട് സമാധാനം ഭയങ്കര ഘടകമാണ്. അതായത് അയ്യമ്മ തന്നെ ആ മനുഷ്യൻ മേലക്ക് പോവുള്ളൂ അത് കൊടുത്താൽ തന്നെ. നേരെ മറിച്ച് അതും ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ പോവുക, അത് കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന ഒരാളെ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ നിന്നുള്ള സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ 90% ആ മനുഷ്യയുടെ ഇരുന്നിട്ടോ പിന്നെ അയാൾക്ക് പൊങ്ങാൻ കഴിയില്ല. അത് എഴുതി വെച്ചോളി. അതായത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തൊരു കാര്യം എന്തൊരു ചെറിയ വീട്ടുകാരെല്ലാരും അതിലെല്ലാരും എല്ലാരും പെടും. നമ്മളെ കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ചെറിയ പരിപാടി നമ്മൾ തുടങ്ങാനോ സ്റ്റാർട്ടപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ചെങ്ങന്മാരുടെ അടുത്തുനിന്നോ ബാക്കിയുള്ള കുടുംബക്കാരുടെ അടുത്തുനിന്നല്ല, നമ്മുടെ സ്വന്തം പെരീന്നാണ് ഫസ്റ്റ് കിട്ടേണ്ട സപ്പോർട്ട്. പിന്നെ ബന്ധപ്പെട്ട് ചെങ്ങന്മാരതൊക്കെ സപ്പോർട്ടിൽ കാര്യമുണ്ട്, കാര്യമില്ലെന്നല്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് നമുക്ക് ആ ഒരു മോട്ടീവായിട്ട് നമ്മൾ മുന്നോട്ട് കൂടുതൽ ഫർദർ പോകാനുള്ള ആ ഒരു സാധനം കിട്ടുന്നത് പെരക്കാരും കൂടി നമ്മളൊരു വിശ്വസിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന കാര്യങ്ങളും കൂടി ലെവലായി കഴിഞ്ഞാലാണ് ആ സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ എല്ലാം അങ്ങോട്ട് അടിക്കണ്ടിരിക്കും, ഒരു കാര്യം പാളിയാ മതി. പിന്നെ എനിക്ക് ഇതിൽ പറയാലെന്താ വെച്ചാല് കൊറേ ആണോ ശരി. പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ലൈഫ് ഈ സോഷ്യൽ മീഡിയയിൽ കാണും. ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരാണ്, അതും വേണമല്ലോ നമ്മൾ പറയാം. പക്ഷെ കുറെ ആൾക്കാർ വിചാരം നമുക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെ പോണ ആൾക്കാർ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ചിന്തിക്കൂല. ഒരു സീറോ ബാലൻസിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എലോൺ മസ്കിനെ പോലെ ട്രില്യണർ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മളെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇടുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെ ലൈഫ് ആയിട്ട് എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. ഇത് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ തന്നെ പല വട്ടം പറയണ്ട, അങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിതൊരു എന്റർടൈൻമെന്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കാട്ടിക്കാണ്ട് ഫുള്ള് നെഗറ്റീവ് അടിച്ചാടി ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടാവും. പരിധി വരെ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ, പക്ഷെ അത് റിയാലിറ്റി അറച്ച് പറയാം. അത് പറയുന്നോണ്ട് കൊറേ ആൾക്കാർക്ക് ആൾക്കാർ വന്ന് അവിടെ കേരളീ തന്നെ വന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ ഞാറിന്റെ വീഡിയോ കണ്ട് കേരളീക്ക് ആദ്യം പോന്നിക്കണു, ഫസ്റ്റ് കേരളീക്ക് പോന്നിക്കണു. ഞാൻ പിന്നെ ഫുള്ള് തിരിഞ്ഞല്ലോ. ഞാൻ ഒരു സമയത്ത് ഭയങ്കര ആഗ്രഹിച്ചു പോയത്. നമുക്കറിയില്ല, നമ്മൾ ഇവിടെ നിന്നാണ്ട് അങ്ങോട്ട് നോക്കി കാണാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേ നമുക്ക് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ അറിയുള്ളൂ. ഇവൻ അവിടെ ചെന്നിപ്പോ ഞാൻ പെട്ടമാതിരി ഇപ്പഴും പെട്ടുകളല്ലോ, ഇത് നല്ല കുടിക്കല കുടിക്കാൻ എന്നെ മോട്ടിവേറ്റ് കണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അവങ്ങൾ ഇതിന് മനസ്സിലാക്കി ഓരോ ട്രിപ്പിന് പോണ വീഡിയോസ് ഓരോ ലേക്ക് പോണ വീഡിയോസ് ഒക്കെ നമ്മൾ കാണലുണ്ട്. ഓൻ അത് മാത്രം ഇട്ട് കഴിഞ്ഞാല് ചെക്കന്റെ ലൈഫ് സ്റ്റൈൽ അത് കൊല്ലത്തിൽ ഒരിക്കലും 6 മാസം കൂടുമ്പോ ഒരിക്കലും അങ്ങനെ ചിലവര് കാട്ടലുണ്ട്. ഈ ലൈക്കിന്റെ പല ആംഗിളിൽ വീഡിയോസ് എടുത്തു എന്നിട്ട് ഓരോ ആഴ്ചയിലും ഇങ്ങനെ ലൈക്ക് വൈബ്സ് ക്യാമ്പിംഗ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നോലുണ്ട്. അപ്പൊ എല്ലാരും വിചാരിക്കും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല്. അപ്പൊ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ റിയാലിറ്റി ആയിട്ട് തന്നെ ഈ വ്ളോഗിൽ കാണിക്കലുണ്ട്. പക്ഷെ പറ്റാത്ത കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ മനുഷ്യന്മാരാണ് ഉണ്ടാവലുണ്ട്. ഇപ്പൊ ഞാൻ നാളെ ഒരു ചോദിച്ചാണത് എന്റെ പേരിൽ എല്ലാവരും നിന്ന് തല്ലൂടാണ്, ഞാൻ എടുത്ത് വ്ളോഗ് ഇടുവോ? അല്ല ഇടുന്നോലുണ്ട് കേട്ടോ. അല്ല ഇടുന്നോലുണ്ടാവും, വൺ റീച്ച് അല്ല മച്ചാണ്. ഇപ്പൊ പിന്നെ അതൊക്കെ ഇടുന്നുണ്ട്. കാരണം നെഗറ്റീവ് റീച്ച് പറഞ്ഞാല് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് റീച്ച് പറഞ്ഞാല് അതിപ്പോ ഇപ്പൊ ഞാനൊരാളെ ഒരു 10 ആളെ പോയി സഹായിച്ചാണ്ട് വീഡിയോ ഇടുന്നതും ഞാൻ എന്തെങ്കിലും ഒരു തോന്നിയാസം കാട്ടിയുടെ ഒരു വീഡിയോ വന്നാൽ നിങ്ങൾ ഏതാ പോയി ആദ്യം കാണാൻ പറഞ്ഞേ ആ തോന്നിയാസം കാട്ടുന്നതാണ് കാണുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇത് ചിലപ്പോ പോയി കാണുള്ളൂ. അപ്പൊ അതാണ് ഇല്ലത്. അപ്പൊ നെഗറ്റീവ് കാണാന് ഇപ്പൊ എനിക്കൊരു നെഗറ്റീവ് വന്നാൽ അത് കാണാന് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക. അത് നമ്മളെ നാടിന്റെ ഒരു ഇതാണ്. നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല. എല്ലാരും അവനാന്റെ ജോലി, അവനാന്റെ പണി, അവനാന്റെ കുടുംബം, അയലൊക്കെ ആരാധന കൂടെ അർഷറട്ടെ അറിയോ? എന്റെ അയലൊക്കത്ത് ആരുള്ളത് എനിക്കും അറിയില്ല, ഓൽക്കും അറിയില്ല ഈ അയലൊക്കത്ത് ഞാൻ ഉണ്ട് അറിയില്ല. അവസ്ഥ അതേപോലെ നമ്മളെ കേരളത്തിൽ തന്നെ നമ്മളെ ചില ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞാല് തൊട്ട അയൽവാസികൾ പോലും ആരാന്നറിയാതെ അവനാന്റെ ജോലി കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപൂർവങ്ങളിൽ അപൂർവീകരണം. എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനെ കുറച്ച് ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അതായത് അവനാന്റെ ജോലി മറ്റുള്ള കാര്യത്തിലൊന്നും ഇടപെടാതെ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോ
വേറെ ഇതില് അഭിപ്രായം പറയാം. അപ്പൊ ഞാൻ ഇന്നേ വരെ എന്റെ ഒരു സോഷ്യൽ മീഡിയന്നും വേറൊരാള് അങ്ങനെ ചെയ്തേണ്ട അതിൽ പോയി കണ്ട അടിയിൽ എന്റെ ഒരു കമന്റ് നിങ്ങൾ ആരും കാണൂല. കാരണം അത് അയാൾ അങ്ങനെ ചെയ്തിരിക്കണമെങ്കിൽ അയാളെ ചോയ്സ് ആയിക്കാരത്, അല്ലെങ്കിൽ അയാളെ ഇഷ്ടമായിക്കാരത്. അതിലിപ്പോ നമ്മള് ഇങ്ങടെ ഈ ചെങ്ങായി എന്ത് പണി കാട്ടുന്നത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആ പരിപാടി ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ. അങ്ങനെയുള്ള കാര്യമില്ല ആശ്രയം പറഞ്ഞത്. ഇപ്പൊ ഉണ്ടല്ലോ ചില കാര്യങ്ങളുണ്ടല്ലോ ഒരു അതായത് നമുക്ക് ഇപ്പൊ വെറുതെ കുത്തിരിപ്പുണ്ടാക്കണത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്. പിന്നെ അതേമാതിരി നമ്മളെ ലൈഫ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. അതായത് സോഷ്യൽ മീഡിയയിൽ കാണണൊക്കെ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം എടുക്കുക. വെറുതെ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്തേക്ക് ഇരുന്ന് കാണണം, അങ്ങനെ ഒരു സാധനമായിട്ട് കണ്ടാൽ മതി. അപ്പൊ പ്രശ്നമില്ലാന്ന് ഏത് തോന്നലാണ് ഭയങ്കര ലൈഫാണ് നമുക്ക്. സുഹൃത്തുക്കളെ, മനുഷ്യന്മാരാണോ പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും പല സിറ്റുവേഷനുകളും കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. നമ്മളൊക്കെ എന്താ വെച്ചാൽ ഒഴിവ് കിട്ടുന്ന സമയത്താണ് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് എന്റർടൈൻ ചെയ്യുക. അതായത് ഇതിപ്പോ വന്ന് കാണാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിണ്ടാവും. ബാസിൽ ഇപ്പൊ വ്ളോഗ് എടുത്തിട്ട് ഞാൻ ആ പോയിന്റ് വ്ളോഗ് പിന്നെ എടുത്തിട്ട് 4 ദിവസം മുന്നാണ് അതന്നെ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഓന് സ്കൂളിൽ നിന്ന് ഇപ്പൊ ഒരു ലീവ് എടുത്തോണ്ട് ഓന്റെ തൊണ്ടന്റെ സീനോണ്ട് ലീവ് എടുത്തോണ്ട് ഓനക്ക് ഇപ്പൊ ഈ ഒരു മാസം ലീവ് കിട്ടി. മറ്റേത് എന്താ വെച്ചാൽ ഞാൻ പോയിന്റ് ശേഷം ഒരു മാസം ഈ ചങ്ങായി വ്ളോഗ് വന്നിട്ടില്ല. ഞാൻ മെസ്സേജ് എന്താ എന്തേലും കിട്ടി എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാല് എനിക്ക് ഒറ്റയ്ക്ക് വ്ളോഗ് എടുക്കണേ എനിക്കൊരു കംഫർട്ട് ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒപ്പം വേണം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷയിൽ ഞാൻ അർഷുവിന്റെ ഒക്കെ വ്ളോഗ് അല്ല, ഒരു പോഡ്കാസ്റ്റ് ആണ്. നമ്മളൊക്കെ ഒരു 3-4 ആളുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് ചർച്ചകൾ വരുള്ളൂ. അപ്പോഴും നമുക്ക് തന്നെ ഒരു രസമുള്ളൂ. ഇപ്പൊ നേരെ മറിച്ച് നമ്മളിപ്പോ ഈ വ്ളോഗ് എടുക്കുന്നത് വെറും പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കേണ്ടി കാട്ടും. അത് ചിലപ്പോ ആരും കാണൂല, ചിലപ്പോ കാണുമല്ലുണ്ടാവും, വെറുതെ. പക്ഷെ ഞാൻ അങ്ങനെ ഇല്ല, നമുക്കൊരു രസമായിട്ട് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മളിതൊക്കെ എടുക്കലും ഇതാക്കലും ഉള്ളൂ. അതേ രീതി നമുക്കൊന്നും കിട്ടണില്ല കേട്ടോ, കിട്ടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അതിനായിട്ട് നിക്കല്ല എന്ന് മാത്രം. അതായത് ഫുൾ ടൈം അതിനായിട്ട് നിക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ഡെയിലി വ്ളോഗ് ഇപ്പം കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് എനിക്കൊരു പാർസൽ വന്നു ഇന്നലെ പിന്നാണ്. അപ്പൊ ഇന്ന് അത് അൺബോക്സിംഗ് ആണ്, അത് വേണമെങ്കിൽ വ്ളോഗ് ആക്കാം. എത്രങ്ങാനും പാർസൽ നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ ഫാമിലി ടൈമും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യല് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കല്. അപ്പൊ അങ്ങനെയാണ് നമ്മളിതൊക്കെ എടുത്തു പോകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞത് വെച്ചാൽ നമ്മുടെ ലൈഫിന്റെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മള് സംസാരിച്ചു. അപ്പൊ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങള് അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുക അല്ലേ അസറോ? അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പോണത് അസറുവിന്റെ ഒരു പിന്നെ ഹെയർ സ്റ്റൈലിങ്ങും കാര്യങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടി പോണത്. പിന്നെ നമ്മൾ പറഞ്ഞു പുതിയ ഒരു റിംഗ് എടുക്കണം. അപ്പൊ അതൊക്കെ എടുത്ത് നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, നമ്മള് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അർഷ വന്നപ്പോ? ഞാൻ പോന്നപ്പോ ഡ്രസ്സ് ആ കൊണ്ടുവന്നത് എന്റെ പഴയ 4 ടീഷർട്ടും 4 ട്രാക്ക് സൂട്ടും കൊണ്ടാ പോകുന്നത്. ഒരു ഷർട്ട് പോലും ഇല്ല. ഒരു വേദിക്ക് കല്യാണത്തിന് പോകാനൊന്നും പറ്റിയ സാധനമില്ല. പിന്നെ അസുറിന്റെ പരിപാടി അതിനെ കൊണ്ട് തന്നെ നമുക്ക് മാന്യമായ വസ്ത്രം ധരിച്ച് പോകണല്ലോ. എല്ലാരും മാന്യമായ ഡ്രസ്സ് മേടിക്കാൻ പോകുക. അർഷുവിനെ പണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. ഓൾക്ക് കറക്റ്റ് അറിയാം. അർഷു പണ്ട് ഫേമസ് ആയത് റബ്ബർ ഡാൻസിലൂടെയാണ്. ഈ റബ്ബർ ഡാൻസ് കണ്ട ആരെങ്കിലും അല്ല, ആ റബ്ബർ ഡാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്ളോഗിൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത് തരാം. അത് അമ്പിളിനോട് വെച്ചാൽ കിട്ടും. 2020 2020 ഈ റബ്ബർ ഡാൻസ് ഒക്കെ നടക്കുന്നത്. കൊറോണ ടൈമില് നമ്മൾ ഈ പപ്പട ലഹള എന്നൊക്കെ പറയുന്ന പോലെ നടന്നൊരു സംഭവം റബ്ബർ ഡാൻസ്. സീൻ ഡാൻസ് റബ്ബർ ബാല കുടിച്ച മാതിരി ഒരു ചാട്ടം. അത് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യണം കേട്ടോ അർഷോ. അതൊക്കെ അതിന്റെ ഉള്ളില് ആ പഴയ അർഷ ഒന്നും ഉണ്ട്. ആദ്യം നമ്മള് പൊടി കെട്ടി എടുക്കും. ഈ തിരക്കും പരിപാടിയൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അവിടെ എത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വരാം. ഓക്കെ ബ്രോ, എന്താ പറയല്ലേ? ഒന്നും പറയാല്ല. നേരത്തെ എന്താ പറഞ്ഞല്ലോ, എല്ലാരും കല്യാണത്തിനും ഈ കടക്കണോലിന്റെ മുന്നിൽ ഞാനുണ്ടല്ലേ. അതായത് ഇപ്പൊ ഞാൻ നിൽക്കുന്നോടത്ത് ജീവിക്കരുത്. ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇപ്പം ആ സിറ്റുവേഷൻ മനസ്സിലായി. ഉൾട്ടടിച്ചു. എത്രത്തോളം ടെൻഷനിലാണ് നിങ്ങൾ ഈ കടന്നിരുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊക്കെ അർഷുനൊക്കെ ആട്ടി വിട്ടുകേനി. എത്ത കാട്ടിനെന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി വിട്ടുകേനി. മനസ്സിലായി. അങ്ങനെയാണല്ലോ നമ്മള് തൊട്ടറിയണല്ലോ കാര്യങ്ങള്. കേട്ടറിവും കണ്ടറിവല്ലോ, തൊട്ടറിയണം. കൊണ്ടറിയണം. അറിഞ്ഞില്ലേ? കുറച്ച് ബാക്കി 2-3 ആഴ്ചന്റെ ഉള്ളിൽ ഫുൾ അറിയും.
ഒരാളെ മോതിരം എടുക്കാൻ വന്നാണ്. മോതിരത്തിന് അളവ് അറിയില്ല. എന്താ പറഞ്ഞൊക്കെ പറയാ. ഓന്റെ വിരലടി തന്നിട്ട് ഈ ചെറുവിരലിന്റെ അളവിൽ എടുത്താൽ മതി. മോതിരത്തിന് കോഡുണ്ട്. ഇതൊക്കെ പെണ്ണ് കെട്ടി കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് ചോദിക്കണം. അതെ, അർഷ് പറഞ്ഞു. അർഷോട് പറഞ്ഞു ലേജ്മെന്റ് കോഡ് 6. കോഡത്തെ ചോദിക്ക്. ഈ വിരലിന് അളവുണ്ട്. അതെ, 6 അളവിൽ എടുക്കണം എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ 6 അളവിൽ എടുത്തു. അതേമാതിരി നേജ്മ കുട്ടി കൈയാണ്, ചെറിയ കൈയാണ്. ചെങ്ങായി ഓളെ കൈന്റെ ഫോട്ടോ ഇട്ടിട്ട് ഊതന്റെ അളവ് കിട്ടും. കണ്ടുകഴിഞ്ഞാൽ കേസ് മനസ്സിലാവില്ല നമുക്ക് സെയിം ആണോ. അതായത് ഇത് പറഞ്ഞ അളവ് എങ്ങനെ എന്റെ ചെറിയ വിരലുമ്പോ കൊള്ളണത് ഞാൻ നാളെ നമ്മളെ എൻഗേജ്മെന്റിന് റിംഗ് എടുത്തില്ലേ, അത് നമ്മളെ ചെറിയലിന് ഇന്റെ ചെറിയലിന് കറക്റ്റ് ഏകദേശം കറക്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. എന്റെ വീതി കുറച്ച് കൂടുതലുണ്ട്. ഇങ്ങോട്ട് പിടി, ഓപ്പോസിറ്റ് പിടി. ഇങ്ങനെ ആയിക്കോട്ടെ. അതാ നിങ്ങള് പറയും ഇതിലേതാ വലിയ കൈ? ഇതല്ലേ നിങ്ങളെ കൊണ്ട് വലുതാണ്. അതല്ലേ വണ്ണാണെങ്കിൽ ഇതല്ലേ വലുത്? ശരിയാ അല്ലേ, ഇതാ ചെറുത്. അപ്പൊ എന്റെ വിരലെടുത്താ പോരെ? പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനാണ് മോതിരം നോക്കാൻ പോകുന്നത്. എന്നിട്ട് അവസാനം സാധനം അവിടെ ചെന്നിട്ട് സ്റ്റേജിമൊക്കെ കയറിയിട്ട് ഇത് കൊള്ളായിട്ട് പിന്നെ എന്നെ ചീത്താറ നിൽക്കരുത്. ഞാൻ എന്റെ മുട്ടിട്ടാ തന്നാലോ? അല്ല, ഇന്റെ വെട്ടിട്ട് നമുക്ക് ഒപ്പം പോവാന്നാ. ഓന്റെ എന്തായാലും 2 മണിക്കൂർ എടുക്കും. അങ്ങനെ ചെയ്യാം. ഇത് ഇനി എന്തൊക്കെ പണിയില്ല സാർ എന്റെ മുഖത്ത്? നിന്റെ മുഖത്ത് എനിക്കറിയില്ലേ. പിന്നെ ഹെയർ കട്ടിന് ഒരു ഹാഫ് അവർ. ഓക്കെ, സെറ്റ്. കാരണം ട്രെയിന് പോളൊന്നുമില്ല. സർപ്രൈസ് കിങ്ങില്ല നമ്മളത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് സെറ്റാക്കി വെച്ചേക്കും. ഇന്റെ ഒരു ആഗ്രഹം എന്നെ എങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് നടന്ന് കിട്ടി. ഇന്നത് പാക്കിടട്ടെ. അതിനാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യണത്. അപ്പൊ സുഹൃത്തുക്കളെ, എന്താ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ കടത്തങ്ങനെ കിടക്കണം ഇവിടെ. കണ്ടോ. അപ്പൊ കാലൊക്കെ ഇങ്ങനെ അളക്കുക വെറുതെ. ഹൈപ്പർ ആക്റ്റീവിലുണ്ടല്ലോ അതേപോലെ ഇതാക്കണേ. പെയിന്റ് അടി തുടങ്ങി. പ്രീമിയർ അടിച്ചു. തണുപ്പുണ്ടോ? ഇനി എന്നോട് വെയിലത്തേക്ക് ഇറങ്ങരുത് തരണം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കാറിന്റെ ഉള്ളിൽ എനിക്ക് വേണ്ട ഫുഡും ജ്യൂസും നിങ്ങൾ എത്തിച്ചേരണം. അതൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പൊ സെറ്റ്. ഞങ്ങൾ അത്ര ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആ ഡയമണ്ട് കൂടി നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കണേ. വേണ്ട മുത്തേ, നിങ്ങൾ അളവ് ആളാന്നാ മതി. അളവ് കറക്റ്റേക്കാർ അടച്ചു. എൻ്റെ ചെറിയ കറക്റ്റേക്കാർ. അസർ എന്താ വെച്ചാല് മുമ്പ് ഗിഫ്റ്റ് കൊടുക്കാണ്ടില്ല അളവ് അസറിന് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പം അത് അതിന്റെ ആൾക്കാർ ഇപ്പത്തെ അളവ് എന്നുള്ളൊരു ഊഹത്തിനോട് പറയട്ടോ ബോസ്. അപ്പം ആണോ? ആദ്യം കൊടുത്തപ്പോ അങ്ങനെയാണോ ചെയ്തിരുന്നത്? അപ്പൊ അത് പാകഴിഞ്ഞോ? അതായത് ഇന്ത്യയും ഇന്റെ ഉമ്മാന്റെ ചെറുതും സെയിമാ. അപ്പൊ ഉമ്മാന്റെ ചെറുതിന് തിരിച്ച് ഞാൻ കാണിച്ചു തരടാന്ന് പറയാനുള്ള ഓപ്ഷനും കൂടി ഇല്ലല്ലോ. ഓന്റെ നിക്കാഹ് കഴിഞ്ഞില്ലേ. അല്ല, ജസീം എത്തിക്കണ ഇന്നലെ. ഓനൊരു പുള്ളിയും ഒരു മെസ്സേജും നാട്ടിൽ എത്തിക്കണേ. എന്താ പ്ലാന്? ഞാൻ ഗ്രൂപ്പിലിട്ട് വോയിസിന്റെ ലൈക്കൊക്കെ അടിച്ചിക്കണേ. അല്ലേ, ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മളെല്ലാരും എന്താണ് സേഫാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളതൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചെണ്ണം വരാണ്ട്. അതെ, റീനാന്റെ വരട്ടെ. നബീല് അത് പൊളിക്കും. ഹലോ അതുണ്ട് സ്റ്റേജില് 10. ഹലോ എങ്ങനെ അറച്ചോ? അല്ല, ഹിപ്പും ഒരു റൈറ്റിലേക്കും നബീലിനെ കാണിച്ചു തന്നാട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആസ്റ്ററിന്റെ വീഡിയോയില് നബീൽ എന്ത് ചെയ്തിക്കണ്? അത് മാറ്റിക്കണ്. ആ തിരിച്ചില് മാറ്റിക്കണ്. നമ്മൾ പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. തിരിച്ചിലില്ല.
വീണ് കിടക്കുകയാണെങ്കിലും നബീലിനെ തിന്നിന് ഒരു കുറവില്ല കേട്ടോ. പാവം നമ്മളെ ചെക്ക അവിടെ കടന്ന് ഓടാണ്. ബോസർ കുറേ പണി ഏൽപ്പിച്ചിട്ട് അതിന്റെ പിന്നാലെ ഓടുക കേട്ടോ ബോസ്. ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ ഇൻട്രോവേർട്ടുമാര് കുടുങ്ങും, പെട്ടും ചെങ്ങന്മാരൊന്നും ഇല്ലാത്തവര്. ഇങ്ങനെ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെ ഡീൽ ചെയ്യാ? ഇത് ഇത്രയും ആൾക്കാർ ഉണ്ടായിട്ട് തന്നെ എനിക്ക് തല കാണിച്ച കല്യാണം പറഞ്ഞാൽ അങ്ങനെയാണ്. അതും ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഒരു പാടാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഈസി പരിപാടിയാണ്. നിങ്ങൾ എത്ര കാര്യങ്ങൾ സോർട്ട് ചെയ്താലും നിങ്ങൾക്ക് വരും ടെൻഷൻ ചെയ്യാനും ചെയ്ത് തീരാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അത് അനുഭവത്തിന്റെ വെളിച്ചെടുത്ത് പറയുന്നതാണ്. ഞാൻ ഇങ്ങനെയൊന്നും ആവില്ല വിചാരിച്ചു. ഫുൾ സിമ്പിൾ ആയിട്ട് ചില്ല് ചെയ്ത് ഇറങ്ങിയായിരുന്നു. മിഞ്ഞാന്ന് രാത്രി വരെ സ്പൈഡർമാൻ തിയേറ്റർക്ക് സെക്കൻഡ് ഷോ തേർഡ് ഷോ ഒക്കെ കാണാൻ പോയ ആൾക്കാരാണ് നമ്മള്. അപ്പോഴൊന്നും ടെൻഷൻ ഇല്ല. ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ എന്തൊക്കെയോ ഫില്ലാവാതെ വരുന്നില്ലേ? എന്താന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവൂല. ഒരു വൈക്ലഭ്യം എന്താ ഏതൊരു ഐഡിയ ഉണ്ടാവില്ല. ഒരു ഐഡിയ ഇല്ല. അർച്ച വൈജ് എങ്ങനെയാണ്? എനിക്ക് ടെൻഷൻ സത്യത്തിലോ എനക്കുണ്ടേനിയോ എന്റെ ടെൻഷന് നല്ല ഞാൻ കണ്ടതാ. സ്റ്റേജുമ്പോ ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ചിരിച്ചിങ്ങനെ നിൽക്കണം. കാരണം ആകെയുള്ള കുറച്ച് മെമ്മറീസ് ഫോട്ടോസാ. ഇങ്ങനെ വിളിച്ചിങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം. ഇവിടെ വേദന ചെറിച്ചോ അത് ലോക്കാവും. അത് പിന്നെ അവിടെ ഇങ്ങനെ ആവും. ഫോട്ടോ എടുക്കണേ വേരുകൾക്ക് പോകണൊക്കെ ഫോട്ടോ വേണ്ടി. അതോടെ ചോദിച്ചാൽ അവിടെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്. ബാസിലിന്റെ മൂഡ് സിങ്സ് ഒന്നേനല്ലോ ബാസില് ഇങ്ങനെ പിടിച്ചു നിങ്ങളുടെ പരിപാടിക്ക് പടക്കം പിടിച്ച പറഞ്ഞേ. ആകെ മൂഡ് സിങ്സ് ബാസിന്റെ 10 തരം ബാസിലാന്ന് കണ്ടു ഞാൻ. നാളെ നോക്കണം എങ്ങനെ നോടി. കല്യാണത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബ്രൈഡിന് മാത്രം ഫോക്കസ് കൊടുക്കാൻ പാടുള്ളൂ. എല്ലായിടത്തും ഫോക്കസ് കൊടുത്താലും നമുക്ക് പ്രഷർ ആവുക. അത് ഇന്നലെ ഒരു റീല് കണ്ടിന്യൂ അങ്ങനെ ചെയ്യണം. എല്ലാരും ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിഹ്നവും. ഞാൻ നിങ്ങളാരും മൈൻഡ് ചെയ്യാൻ പോണില്ല. അതെ യൂട്യൂബില് ഏതോ വ്ലോഗ് ഉണ്ടല്ലോ ബ്രൈഡിനെ ഫോക്കസ് ചെയ്യണമെന്നുള്ളത്. ഹൗ ടു ഡീൽ വിത്ത് യുവർ ബ്രൈഡ് എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സ്റ്റേജ് ഫിയർ സ്റ്റേജ് ടെൻഷൻ ഒഴിവാക്കാം. ഹൗ ടു റിമൂവ് സ്റ്റേജ് ഫിയർ, വെഡിങ് സ്റ്റേജ് ഫിയർ, ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് സ്റ്റേജ് ഫിയർ. കല്യാണത്തിൽ ചില്ലായി നിൽക്കാൻ എന്ത് ചെയ്യണം? How to stay chill even though we are afraid. How to be a better groom. ഗ്രൂമാണ് സുഹൃത്തുക്കളെ ഈ കിടക്കുന്നത് വീണിതല്ലോ. എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം തരുമോ, നബീലൊക്കെ എങ്ങനെ കിടക്കുക? നെവർ. നബീല് എങ്ങനെ കിടക്കും? എനിക്കൊരു ഐഡിയ കിട്ടില്ല. അതൊരു വലിയ ചോദിച്ചില്ല. അത് നമ്മൾ കണ്ടറിയേണ്ട സാധനം. അതെ. നമ്മളിപ്പോ വന്നിരിക്കണത് ആർട്ടിസ്റ്റ് എന്താണ് പെരിന്തൽമണ്ണല്ലേ നമ്മളെ സനീഷേട്ടന്റെ ഷോപ്പിലേക്കാണ്. ഇതിന്റെ ഈ ഷോപ്പിന്റെ പേര് എന്തേനടാ? ആർട്ടിസ്റ്റ് ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് വേറെ ഒരു സാധനം കൂടെ ഉണ്ട്. അതെ നമ്മള് സനീഷേട്ടന്റെ കടയാണത്. അപ്പൊ നമ്മള് പേര് അങ്ങനെ ഓർത്തിച്ചില്ല. അപ്പൊ നമ്മള് ജിംഷാദിന്റെ വെഡിങ് ഓർമ്മ ഉണ്ടാവും. അതും ഇവിടെ തന്നെ ചെയ്തിരുന്നത്. അല്ല മുടിയെട്ടാൻ എല്ലാവരും ഇങ്ങോട്ട് വരല് കൂടുതലും. അപ്പം നമ്മളെ സനീഷേട്ടന്റെ സ്വന്തം ഷോപ്പായിട്ടുള്ള ആ പേര് കിട്ടണം, എന്നാലേ പേര് പറഞ്ഞ കാര്യമുള്ളൂ. അപ്പൊ പുറത്തേക്ക് പോയി ചോദിച്ചോ. ആ ഗ്രൂം ആർട്ടിസ്റ്റോ അല്ല, വെറും ആർട്ടിസ്റ്റാ. അപ്പൊ കറക്റ്റാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റാ, ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. സനി ചേട്ടനായി അവളുടെ ഹസ്ബൻഡ്. അപ്പൊ ആർട്ടിസ്റ്റ് പെരിന്തൽമണ്ണ ആർട്ടിസ്റ്റിലാണ് നമ്മള്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഇഷ്ടമുള്ള ഒരു കാര്യം. എൻ്റെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലാണ്.
മുടി എനിക്ക് കറക്റ്റ് അത് ഇനി എത്ര റിസ്ക് ആണെന്നുണ്ടെങ്കിലും ജോർജിയയിൽ ഒരാളുടെ വെട്ടലുള്ളൂ ഈ 10 വർഷമായിട്ട്. അവനൊരു ബാർബറുണ്ട്, ആ ബാർബറും ആ ഒരു ഞമ്മള് തമ്മിലൊരു ആത്മബന്ധം. വേറൊരു കാര്യണ്ടേ, ഞാൻ നാളില്ലേ നാട്ടിലേക്ക് വെക്കേഷൻ വന്ന് എന്നാലും നാട്ടിൽ നിന്ന് ഞാൻ മുടി കെട്ടിക്കാണ്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടിനി എന്റെ ജോർജിയത്തെ ബാർബർ ഹേർട്ട് ബ്രേക്കിന്റെ 4 ഇമോജി. ഞാൻ പറഞ്ഞു ഇത് ഇന്ത്യയിലാണ് ജോർജിയയിലല്ല. ഓക്കെ മാറ്റൂല. അതെ കണക്ഷൻ നമ്മൾ മരിച്ചോളം അങ്ങനെ പോകും. ഹെയർ സ്റ്റൈലിൽ എനിക്ക് ഇപ്പൊ എന്റെ നാട്ടിലുണ്ട് നമ്മളൊരു ആള് സൽമാന്. അതിന്റെ ഉള്ളിൽ കയറിയാൽ ഇപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു കുറച്ചു നേരം കാണിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല പറഞ്ഞു അത് അവിടെ തന്നെ പോകും. അങ്ങനത്തെ ഒരു സ്പോട്ടാണ് നമ്മളെന്ത് അത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ അല്ലേ. അതെ നമ്മളെ നാട്ടിലത്തെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് വേറെ ബാർബറിന്റെ അടുത്ത് പോയി റിസ്ക് എടുക്കാൻ പോകില്ല. നമ്മള് അവിടെ തന്നെ പോവുള്ളൂ, മാറ്റൂല. ചിലപ്പോ നമ്മള് വെട്ടണില്ല ഉസാറായിട്ട് വെട്ടണുണ്ട്. അതായത് ഞമ്മക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് നമ്മളെ ആൾക്കാരുടെ അതായത് നമ്മളെ കൗത്തിൽ കത്തി വെക്കാനുള്ള ഒരേ ഒരു അവകാശം ഉള്ളത് ഓൽക്കാരം. ആ കടത്തൊക്കെ നോക്കി പോക്കറ്റിലൊക്കെ വെച്ചിട്ട് അങ്ങനെ വന്ന് അയ്യോ പ്ലാസ്റ്റർ ഇട്ടിക്കണു ചെറുക്കനെ. കൊല്ലി കൂടിയും പെടലി വിളിക്കുന്ന മാതിരി പെടലി കൂടിയും പ്ലാസ്റ്റർ ഇട്ടു, മൂത്ത് കൂടിയും പ്ലാസ്റ്റർ ഇട്ടു. എന്താ മറ്റേതിന് ഒട്ടിച്ചണ ബാൻഡേജിന്റെ കണ്ടോ, ബാൻഡേജിന്റെ കണ്ട താലി കൂടെ ചുറ്റിക്കണം. ഇങ്ങനെ കണ്ടാ വിചാരിച്ചു ഇവരെങ്ങനെ ഈ കോലത്തിൽ കാണാതെ സൂം ചെയ്ത് ഇങ്ങനെ എടുത്താണ്ട് ഇവിടെ അങ്ങനെ കണ്ടാ വിചാരിച്ചു ഏതോ ആശുപത്രി കേസിൽ ആക്സിഡന്റിൽ കൊണ്ടുവന്നാണ് വിചാരിച്ചു. സംഗതി അതിന് ചെറിയ കളികളല്ല സറോ, ഏതോ വലിയ കളികളാണ്. വെള്ളത്തിട്ട് പോർന്നു തോന്നുന്നു ചാകെ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാ. ഇതിനിടയിൽ എന്തൊക്കെ സ്റ്റെപ്പ് കഴിഞ്ഞോ ഞാൻ പുറത്ത് പോയി കുറെ കാര്യങ്ങൾ നോക്കി പോന്നപ്പോത്തിന് അതിനുള്ളൂ. ഇത് ലാസ്റ്റ് ഓക്കെ. അപ്പൊ ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണെന്ന് കേട്ടെ. ഏതായാലും സാറേക്കണം നല്ലൊരു കോലുണ്ട് ആളെ കാണാന്. ബോസ് എത്തിക്കുന്നു ടാൻ റിമൂവ് ചെയ്യണം പറഞ്ഞിരുന്നതാണ്. നോക്കട്ടെ ടാനാണോ തോലാണോ പോണോന്ന് നോക്കിട്ടോ. എന്താ ചോദിച്ചാ തോലല്ലോ ടാൻ തന്നെയല്ലേ. എടാ എത്ര വൻ കളർ ചേഞ്ച്. അയ്യോ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ നോക്ക്. അതല്ല പറഞ്ഞത്. അപ്പം അത്രയും ടാൻ എനിക്ക് ഉണ്ടായിരുന്നത്. എവിടെയൊക്കെയാ 2 സൈഡ് നോക്ക്. ആ വിളി ഉണ്ട് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് വ്യത്യാസം അല്ല കാര്യം നല്ല പോലുണ്ട്. ഞാൻ കുറച്ച് പോലും കരുതില്ല. ഇത് അടിപൊളിയായിട്ട് സാധനം ആളെന്നെ മാറി. അത് ടാന് മൊത്തം പോയി ഇവിടുത്തെ കട നോക്ക്. ചേച്ചി ഞാൻ പറിക്കട്ടെ. എന്റെ ഒരു ആഗ്രഹം അതല്ല ഇത് പറിക്കലും വലിയ പണിയൊന്നുമില്ല, ആർക്കും പറിക്കാം. എടാ അത് നല്ല മാറ്റുണ്ട്. എടാ കടന്നോൾക്ക് മാറ്റം നിങ്ങക്ക് മനസ്സിലാവുണ്ട്. എടാ വെള്ള കളറ് കംപ്ലീറ്റ് പോയി. അതല്ല പൊട്ടാ സംഭവിക്കണത്. അതല്ല ആ പൊടി പൊടിയൊക്കെ പോയി. ഇതെന്താണ് ഈ പൊടി? അല്ല അത് ഡ്രൈ ആയതാണ്. ഡ്രൈനെസ് ഉണ്ട്. നോക്ക് കിടക്കണേ വൻ മാറ്റം. കല്യാണം നമ്മള് കൊണ്ടുപോയി. അത് ലേശം മുഷ്കിലാവും വേദന. എന്താ പറയുക ഇത് ഭയങ്കര ഇതില്ല സ്ഥലമാണ്. ചേച്ചി ഒന്ന് ഞാൻ പറിക്കട്ടെ പ്ലീസ്. ചുമക്കോ ചേച്ചി നാളേക്ക്? മുത്തേ വൻ മാറ്റട്ടോ. ഇത് അടിപൊളി. ഈ ഇടക്കിടക്ക് ഇത് ചെയ്തോണ്ടി. ഇടക്കിടക്കൊന്നും ചെയ്ത് കല്യാണം ആവുമ്പോ ചെയ്യണാണ്. ബാക്കിയുള്ളതൊക്കെ ടൈം എടുക്കൂല ചെയ്താ പെട്ടെന്ന് തീരുന്നത് ചോദിച്ചു. ഓ സാധനം ഉണ്ട് പറഞ്ഞു സരിച്ചേട്ടാ. പെട്ടെന്ന് തീരുന്നത് അതേ ചോദിച്ചാണ്. അതിൽ ഈ സാധനം ഉണ്ട് പറഞ്ഞിട്ട് ഇരുത്തിയാണ്. ഇരുന്നോടുക്ക്.
ഐബ്രോ ഇവിടെ മേലെ കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തു ഐബ്രോ ഷേപ്പ് ചെയ്യണ്ട വേണ്ട അങ്ങനൊന്നും ചെയ്യില്ല ഞാൻ ചേച്ചിയെ വാക്സ് ചെയ്തതൊന്നും വേറെ അത് കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ട് ചേച്ചിയെ കഴിഞ്ഞിട്ടേ മതി കല്യാണത്തിനൊക്കെ കുട്ടി ശങ്കരനെ പോലെ ഉണ്ടാവും ഐബ്രോ ഒക്കെ ഷേപ്പ് ചെയ്താലോ അയ്യോ ഐബ്രോ ബ്രോ ഒന്നിങ്ങനെ ഇജ്ജ് കണ്ണടച്ചു കൊടുക്ക് അപ്പോഴാണ് ഇജ്ജ് അറിയാതെ എന്താടാ അത് ചൂടുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ മെല്ലെ ഒന്ന് ഹീറ്റ് ചെയ്യണ്ട ചോക്ലേറ്റ് പോലൊരു സാധനടാ കണ്ണ് കുറ്റം നോക്കിക്കോട്ടോ കണ്ണൊട്ടി പിടിക്കും കണ്ണടച്ചു കൊടുക്കും ചേച്ചിന്റെ എക്സ്പീരിയൻസ് തന്നെ ചോദ്യം ചെയ്യണ്ട വർഷം കുറച്ചായി ചേച്ചി എത്ര വർഷം ചേച്ചിയെ 16 കൊല്ലം ജനിച്ചിട്ട് എത്ര കൊല്ലായി വാസേ എനിച്ചിട്ട് ആകെ 29 കൊല്ലായിട്ടുള്ളൂ ജീവിച്ച് പകുതിയപ്പോ ചേച്ചി തുടങ്ങിയ പണിയാണ് കേട്ടോ ചേച്ചിനോട് ചേച്ചിനെ വരണ്ടേ ചേച്ചിയെ ഷൈജ കണ്ണടക്ക് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് കുറച്ച് പവർ അവിടെ കൈയോടെ കണ്ണടച്ചു കൊടുക്ക് ഭയങ്കര റിസൾട്ട് കഴിഞ്ഞ ലാസ്റ്റ് കണ്ടിട്ട് അങ്ങനെ ഇനി ചെയ്യാതെ മാറ്റണ്ടേ ഇത് എന്റെ സ്കിൻ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് പൊട്ടന്മാരെ എടാ എനക്കൊന്നും ഒന്നും മാറല്ല ഇത്രയും കളറിൽ ആളാണ് ചെയ്യും എന്നിട്ട് ഇജ്ജാണ് ഇത് ചെയ്യാതെ കൊണ്ടുവരുന്നില്ല ഇവിടെ നോക്കിയാൽ ഫുൾ എന്റെ കളർ ഒറിജിനൽ ഇതാണ് ഫസ്റ്റ് ലെയർ പോലും അതാണ് കളർ ഈ സൈഡ് ഇവിടെ കുറെ ഇതുണ്ട് ഡ്രൈ ആയി കിടക്കണ നല്ല മാറ്റമുണ്ട് ചെരിഞ്ഞിരിക്കും എന്നിട്ട് ഇവിടെ അവിടെയും കൂടി കഴിഞ്ഞു കേട്ടോ മൂക്കുണ്ട് മുക്ക് ഇത്രയും ചെയ്ത ആസറോ പറിച്ചാൻ എന്നെ വിളിക്കോ ഞാനും അതാ കാത്തുകിടത് ഞാൻ പറിക്കട്ടോ മുടി പിന്നെ വെട്ടിട്ട് ആദ്യം ചെയ്താൽ മതി അസറ വേണ്ട പോകാണ് സ്വർണ്ണം എങ്ങനെ വാങ്ങായോ അടിയത്തെ പിടിയിലുണ്ടോയോ എന്നിട്ട് നല്ല ഉണ്ടെങ്കിൽ വാങ്ങി വാങ്ങും അപ്പൊ എന്റെ ഡ്രസ്സോ സോക്സ് ഒക്കെയാണ് എഴുതി അല്ലല്ലോ പോക്ക് കൊടുക്കാല്ലേ റിംഗ് ആണല്ലോ ഡയമണ്ട് അതങ്ങനെ ഒരു ആദ്യത്തെ പുതിയ അപ്പള ഞാനൊക്കെ അതിന്റെ അപ്പളാവും കൊണ്ടുവരുന്ന അറിയാം നമ്മളോട് കണ്ണടക്ക് ടൈമിലൊരു മ്യൂസിക് കിട്ടും എക്സ്പ്രഷൻ കൈ കൊണ്ടിട്ട് ചേച്ചിന്റെ 16 വർഷത്തെ കരിയറിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ടാൻഡറി മൂവിങ് അല്ല അങ്ങനെയല്ല ഇതുപോലൊരു കസ്റ്റമർ ഇവനെ പോലുള്ള വ്ളോഗേഴ്സിനെ അകറ്റി നിർത്തണം ചേച്ചി ഷോപ്പുകളിൽ ഫുൾ കരിയറിനെ ചോദ്യം ചെയ്യാൻ ആ ദേശം എന്നോട് തീർക്കില്ല ചേച്ചി ഓന്റെ മേത്ത് ഒട്ടിച്ചിട്ട് തീർത്തോണ്ട് കരിയറിനെ ചോദ്യം ചെയ്തല്ല കണ്ണടച്ചു കൊടുക്ക് ചേച്ചി അതിന് ശേഷം പേരും പറയാം ആദ്യത്തെ അത്ര വേദനയില്ല അതാണ് ആ ചെറിയൊരു പെയിന് ഒരു ഹീലിംഗ് പെയിൻ ഉണ്ടാവുള്ളൂ ഹീലിംഗ് മെഡിറ്റേഷൻ ഒക്കെ പോലെ ഇവരെങ്ങനെയാണ് ചേച്ചിയെ ഒരു ചെറിയ വേദന പോലും സഹിക്കാൻ കഴിയൂല ചെറിയ മനസ്സാ ശരീരം മാത്രം വല്ല തൊള്ളയും മൂക്ക് ബ്രോ കടത്തോടു മൂക്കുണ്ട് ആ മൂക്കുണ്ട് മുഖത്ത് വേറെ എവിടെയില്ലല്ലോ എല്ലായിടത്തും ചേച്ചി മറിച്ചു ആ മൂക്കുമ്പത്തെ ആ ബ്ലാക്ക് ചെറിയ ചെറിയ ഡോട്ടൊക്കെ എത്ര ആളെ മേക്കപ്പ് ഇട്ട് കാണും 3 വർഷത്തിന്റെ ഇടയില് എങ്ങനെ അതൊക്കെ എണ്ണി വെക്കുക എന്നാലും ഒരു സുമാറ് എന്നാലും ചേച്ചിക്കൊരു കരിയർ 1,500 1,500
ടിഷ്യൂ എന്നാലും 3500 അല്ലേ ചേച്ചി? അതൊന്നും അറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല. ഒരു ടിഷ്യൂ കൊടുക്കോ? പോന്നോ പറഞ്ഞു പോന്നോ തരും. ഇതില്ല കടന്നോർക്ക്. അസറോ എന്തായിരുന്നു അസറോ അത് ജെല്ലിടും കെൻസേ അവിടെ നിന്ന് പോയേക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റായില്ലേ? സെറ്റായി ഹെയറൊക്കെ സെറ്റായി. സെറ്റായി. നാളെ ഞാൻ നിൽക്കാൻ ഇറങ്ങണതിന് മുമ്പ് ഒന്ന് സ്റ്റൈൽ ചെയ്താൽ മതി. സ്റ്റൈൽ ചെയ്താൽ മതി. ബാക്കിയൊക്കെ ആയി. സ്റ്റൈലിങ് പിന്നെ നമുക്ക് സീനില്ല. നമ്മള് കറക്റ്റ് സനീഷേട്ടൻ ഉണ്ടായതുകൊണ്ട് സൗണ്ട് മോഡുലേഷൻ മാറി. നമ്മളിനി ലളിതമായ ഒരു ജീവിതം നയിക്കാൻ അത് മൂട് ലളിതമായ ചോറക്കോള് ഫുള്ള് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തോ. ഇൻഷാ അല്ലാ. ഇന്ന് ഫ്രീ ആയിക്കണം. അതെ സുഹൃത്തുക്കളെ, നമ്മളെ ചെക്കനത് അവിടെ ചെക്കൻ സ്വന്തം ചൊറുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കൻ ലുക്കായില്ല. എല്ലാവരും പറയട്ടോ, കമന്റ് ബോക്സിൽ അഭിപ്രായം പറയണം. കെൻസ് എങ്ങനെ ഉണ്ട്? പൊളിച്ചില്ലേ? സെറ്റായില്ലേ? മൂട് ഇവിടെ ഒരു മുറിൻ്റെ പറച്ചോണ്ട് കളഞ്ഞല്ലേ. അപ്പൊ ആ പാട് ഇപ്പോഴും ഉണ്ട്. അത് പാത്തോനെ ആരെങ്കിലും വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യണ്ട. അത് നാളെ നമുക്ക് അവിടുന്ന് ടച്ച് ചെയ്യിപ്പിക്കാം. ഇൻഷാ അല്ലാ. അപ്പൊ എന്നാ അല്ലേ, ബാക്കി നാളെ നമ്മള് കല്യാണം. ട്രെയിൻ മിസ് ആവില്ലല്ലോ. ട്രെയിന് ഇപ്പൊ ഒരു 6 മണിക്കെങ്കിലും നമ്മൾ ഷാർപ്പ് ഇറങ്ങണം അവിടുന്ന്. അല്ല, ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും എന്താ പറയല്ലേ, കല്യാണത്തിനെ കുറിച്ച് 2 വാക്ക്. കല്യാണത്തലേന്ന് സെക്കൻഡ് ഓപ്ഷൻ എടുക്കണം കേട്ടോ. ഒരിക്കലും നന്നാകരുത്. ഒരു സ്ഥലത്തേക്കും കറക്റ്റ് ടൈമിൽ ഇന്ന് വരെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ പോയിട്ടില്ല, എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ എങ്ങനെയും എത്തലുണ്ട് കേട്ടോ, എത്തിപ്പെടും എന്തെങ്കിലുമൊക്കെ ഇങ്ങണ്ട്. ചേച്ചി കൊണ്ടുപോകുന്നു ദൈവമേ. അത് തണുപ്പ് ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം കുറെ ചൂട്, പിന്നെ കുറെ പറിച്ചെടുക്കല്, പിന്നെ ഫുൾ തണുപ്പ്. ഇതെന്താന്ന് ചോദിച്ചേ? ഗ്ലെൻസറോ? ഗ്ലൻസർ അല്ലടാ, ഇത് ജെല്ലി. അങ്ങനെ എന്തോ പറയുന്നത് കേട്ടിരുന്നു. അയ്യോ